കഴിഞ്ഞ ദിവസം പറമ്പിലെ ചെടികളൊക്കെ നോക്കാൻ പോയപ്പോൾ കുറച്ച് ചെടികളുടെ കമ്പുകൾ ഇവിടുന്ന് വെട്ടിക്കൊണ്ടുപോയി. അവിടെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ടൊക്കെ കൊണ്ടുപോയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താ അവസ്ഥ, ജലസേചന സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഭയങ്കര ഉണങ്ങി വരണ്ടിരിക്കുന്നു. ഇപ്പോൾ നട്ടാൽ ശരിയാവില്ല എന്ന് കരുതി. അപ്പോൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഈ വീട്ടിൽ കുഴിച്ചിടാൻ ഒന്നാമത് ചെടിച്ചട്ടിയൊന്നും കണ്ടില്ല, പിന്നെ ഒരു മടി. അപ്പോൾ ഒരു എളുപ്പത്തിന് പിറ്റേ ദിവസം ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയ വെള്ളത്തിൻ്റെ പാത്രത്തിൽ അതങ്ങ് മുക്കി വെച്ചു. പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് പുതിയൊരു ഐഡിയ വന്നത്. ഇതിലിപ്പോൾ ഇതാ ആ വലിയ ഇലയുള്ള ചെത്തി അഥവാ തെച്ചി ചെടിയുണ്ട്, പിന്നെ ചെറിയ ഇലയുള്ള തെച്ചി ചെടിയുണ്ട്. അപ്പോൾ പിന്നെ അത് കൂടാതെ വേറെ ഏതോ 1-2 കൂടി ഉണ്ട് അതിൽ. അത് ക്ലിയർ അല്ല. ഒരു ക്രോട്ടൺ ഉണ്ട്. ഇതെല്ലാം കൂടെ അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു. വേര് മുളയ്ക്കുമോ നോക്കാൻ. ഇടുന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം കൂടെ മറന്നുപോയതുണ്ടായിരുന്നു. ഒരു വാരിഗേറ്റഡ് ചെമ്പരത്തിയുടെ ഒരു കമ്പും ഉണ്ടായിരുന്നു. അതില കണ്ടില്ലേ, വാരിഗേറ്റഡ്. മണി പ്ലാന്റ് ചെടിയൊക്കെ അതുപോലെ വെള്ളത്തിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് വേര് മുളയ്ക്കും. അപ്പോൾ അതുപോലെ ഇതിന് കിട്ടുകയാണെങ്കിൽ കുഴിച്ചിടാനൊരു സൗകര്യമാണല്ലോ. കാരണം പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഇതൊന്നും കമ്പ് നട്ടാലും ഇവിടെ ഒന്നും ഉണ്ടാവുന്നില്ല. എല്ലാം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കരിഞ്ഞു പോകുന്നു. വല്ലപ്പോഴും ഒരെണ്ണമൊക്കെ പൊടിച്ച് കിട്ടും. വാരിഗേറ്റഡ് ചെമ്പരത്തി ഞാൻ അടുത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടാണ്. ആദ്യം നട്ടപ്പോൾ 2 കമ്പും ഉണങ്ങിപ്പോയി. പിന്നീട് ഒന്നും കൂടെ ശ്രമിച്ചപ്പോൾ 2 ചെടി ഇവിടെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ശ്രമം തുടരുന്നു. അപ്പോൾ ഇതിനി ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും, ഇതിൽ വല്ല വേരും വരുന്നുണ്ടോയെന്ന്. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ ചെടി ചീഞ്ഞു പോകും, അപ്പോൾ എടുത്ത് കളയും. അങ്ങനെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എന്നാലും നോക്കാം.